അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാലനാശം വ്യാസദേവചരിതം ഇതു വ്യസനജാലനാശം വ്യസനജാലനാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 25-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകം മുതൽ 14 കൂടിയുള്ള ശ്ലോകങ്ങളെ പാരായണം ചെയ്തുകൊണ്ട് ഇന്ന് നമുക്ക് ആരംഭിക്കാം. അഥാ ചതുർത്ഥസ്കന്ധ 5-വിംശോऽധ്യായ. രാജോവാച സന്ദേഹോ മേ മുനിശ്രേഷ്ഠ ജായത്തെ വചനാത്തവ വൈഷ്ണവാംശേ ഭഗവതി ദുഃഖോത്പത്തിം വിലോക്യ ച. നാരായണാംശസംഭൂതോ വാസുദേവ പ്രതാപവാൻ കഥം സ സൂതികാഗാരാൽ ഹ്യതോ ബാലോ ഹരേരപി. സുഗുപ്തനഗരേ രമ്യേ ഗുപ്തേധ സൂതികാഗൃഹേ പ്രവിശ്യതേന ദൈത്യേന ഗൃഹീതോऽസൗ കഥം ശിശു. ന ജ്ഞാതോ വാസുദേവേന ചിത്രമേതന്മഹാദ്ഭുതം ജായത്തെ മഹദാശ്ചര്യം ചിത്തേ സത്യവതീ സുത. ബ്രൂഹി തത്കാരണം ബ്രഹ്മന്നജ്ഞാനം കേശവേന യൽ ഹരണം തത്ര സംസ്ഥേന ശിശോർവാ സൂതികാഗൃഹാൽ. വ്യാസ ഉവാച മായാ ബലവതീ രാജന്നരാണാം ബുദ്ധിമോഹിനി ശാംഭവി വിശ്രുതാലോകേ കോ വാ മോഹം ന ഗച്ഛതി. മാനുഷം ജന്മ സംപ്രാപ്യ ഗുണാ സർവേപി മാനുഷാ ഭവന്തി ദേഹജാ കാമം ന ദേവാ നാസുരാസ്തദാ.
ക്ഷുതൃനിദ്രാ ഭയം തന്ദ്ര വ്യാമോഹ ശോകസംശയൗ ഹർഷശ്ചൈവാഭിമാനശ്ച ജരാ മരണമേവ ച അജ്ഞാനം ഗ്ലാനിരപ്രീതിരീർഷ്യാസൂയാമദശ്രമ ഏതേ ദേഹഭവാഭാവാ പ്രഭവന്തി നരാധിപ യഥാ ഹേമമൃഗം രാമോ ന ബുബോധ പുരോഗതം ജാനക്യാഹരണം ചൈവ ജടായുമരണം തഥാ അഭിഷേകദിനേ രാമോ വനവാസം ന വേദ ച തഥാ ന ജ്ഞാതവാൻ രാമ സ്വശോകാൻ മരണം പിതു അജ്ഞവദ്വിചാരാസൗ പശ്യമാനോ വനേ വനേ ജാനകിം ന വിവേദാധാരാവണേന ഹൃതാം ബലാൽ സഹായാൻ വാനരാൻ കൃത്വാ ഹത്വാ ശക്രസുതം ബലാത് സാഗരേ സേതുബന്ധം ച കൃത്വോത്തീര്യ സരിത്പതിം പ്രേഷയാമാസ സർവാസു ദിക്ഷു താൻ കപികുഞ്ചരാൻ സംഗ്രാമം കൃതവാൻ ഘോരം ദുഃഖം പ്രാപ രണാജിരേ. ശ്രീജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 25-ാമത്തെ അധ്യായം 1-ാമത്തെ ശ്ലോകം മുതൽ 14 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജാവ് പറഞ്ഞു, തവ വാണി സംശയത്തെ ഉണർത്തുന്നു വിഷ്ണംശമാം, കൃഷ്ണനും ദുഃഖമുണ്ടായി എന്നതു തന്നെ. നാരായണാംശ സംഭവൻ പ്രതാപവാൻ വാസുദേവൻ, ഹരിപുത്രനേതു വിധം മോഷ്ടിക്കപ്പെട്ടു. സുരക്ഷിതം രമ്യമായ സൂതികാഗൃഹത്തിൽ നിന്നും ദൈത്യനേതു വിധം കുഞ്ഞിനെയും കവർന്നു. വാസുദേവൻ അറിഞ്ഞില്ല, അതാണേറെ അത്ഭുതവും. വ്യാസമുനെ ഇക്കാര്യത്തിൽ സംശയമുണ്ടേ. അവിടെയുണ്ടായിരുന്ന കേശവനി കാര്യങ്ങളെ അറിയാതെ പോയതെന്തേ മാമുനെ ചൊല്ലൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസം പറഞ്ഞു, മനുഷ്യനെ മോഹിപ്പിക്കും മായയേറെ ശക്ത തന്നെ, ശാംഭവിയാം മായയിൽ പെടാത്തോനാരുണ്ട്. മനുഷ്യജന്മം ലഭിച്ചാൽ ദേഹഗുണം ഉണ്ടായിടും, ദേവാസുര ഗുണങ്ങളോ ഉണ്ടാകുകില്ല. ക്ഷുദ്രദാഹം നിദ്രാഭയം ആലസ്യം വ്യാമോഹം ശോകം ശങ്കഹർഷമഭിമാനം ജരാമരണം.
അജ്ഞാനം മാന്ദ്യം അപ്രീതിം ഈർഷ്യാസൂയ മദം ശമം ഇവയെല്ലാം ദേഹത്തിൻ്റെ ഭാവങ്ങളല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പൊന്മാനിനെ അറിഞ്ഞില്ല ജാനകിയെ ഹരിപ്പതും ജടായുവിൻ മരണവും അറിഞ്ഞതില്ല. അഭിഷേക നാളിൽ തന്നെ ആരണ്യവാസമെന്നതും അച്ഛൻ തൻ്റെ മരണവും അറിഞ്ഞതില്ല. അജ്ഞനെ പോൽ വനം തോറും ജാനകിയെ അന്വേഷിച്ചു രാവണൻ കൊണ്ടുപോയെന്നും അറിഞ്ഞതില്ല. ഇന്ദ്രജപുത്രനെ വധിച്ചു വാനരർ തൻ സഹായം ചിറകെട്ടി സമുദ്രത്തെ തരണം ചെയ്തു. വാനരരെ സർവദിക്കിലേക്കും അയച്ചു. ഒടുവിൽ യുദ്ധത്തിങ്കൽ പല പല ദുഃഖം സഹിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, അമ്മേ ശരണം, വാണി ശരണം, കാളി ശരണം, മായേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ്ദേവി ഭാഗവതം അമ്മയെ അറിയാനെന്ന അക്ഷരപൂജ ഇന്ന് 418 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ചതുർത്ഥസ്കന്ധം 25 അധ്യായം ആരംഭിക്കുകയാണ്. പരാശക്തിയുടെ സർവജ്ഞത്വം എന്നാണ് ഇതിന് പേര് നൽകിയിട്ടുള്ളത്. അവിടെ ജനമേജയ രാജാവിൻ്റെ ചോദ്യങ്ങളാണ് ആദ്യത്തെ 5 ശ്ലോകങ്ങളിലൂടെ. ആ ഭാഗങ്ങളെ നമുക്ക് ഇപ്പോൾ അനുസ്മരിക്കാം. രാജോവാച സന്ദേഹോ മേ മുനിശ്രേഷ്ഠ ജായത്തെ വചനാത്തവ. തവ വചനാൽ സന്ദേഹോ മേ ജായത്തെ. ഹേ മുനിശ്രേഷ്ഠ, അങ്ങയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് പല സംശയങ്ങളും ഉണ്ടായിരിക്കുന്നു. അതിന് കാരണം എന്താ? വൈഷ്ണവാംശേ ഭഗവതി ദുഃഖോത്പത്തിം വിലോക്യച്ച. വിഷ്ണുവംശമായിരിക്കുന്ന ആ ഭഗവാനിൽ, ആ കൃഷ്ണനിൽ
ദുഃഖമുണ്ടായി എന്ന് പറഞ്ഞതാണ് എനിക്ക് വലിയ സംശയത്തിന് കാരണമായത്. നാരായണാംശ സംഭൂതോ, നാരായണാംശ സംഭവൻ, ധർമ്മപുത്രനായിരിക്കുന്ന നാരായണൻ, നരനും നാരായണനും, നാരായണനാണ് കൃഷ്ണനായതെന്നും നരനാണ് ജിഷ്ണു ആയതെന്നും അല്ലെങ്കിൽ സാക്ഷാൽ അർജുനായതെന്നും നമ്മൾ കേട്ടു. അപ്പോൾ ആ വാസുദേവൻ പ്രതാപവാൻ, വലിയ പ്രതാപിയാണ് അദ്ദേഹം. അങ്ങനെ കഥം സ സൂതികാകാരാൽ ഹൃതോ ബാലോ ഹരേരപി, അങ്ങനെയെങ്കിൽ ആ ഹരിയുടെ പുത്രൻ എങ്ങനെയാണ് സൂതികാഗൃഹത്തിൽ നിന്ന്, പ്രസവമുറിയിൽ നിന്ന്, ഇറ്റില്ലത്തിൽ നിന്ന് അപഹരിക്കപ്പെട്ടത്? സുഗുപ്ത നഗരേ രമ്യേ ഗുപ്തേധ സൂതികാഗൃഹേ, സുരക്ഷിതമായിരിക്കുന്ന രമ്യമായിരിക്കുന്ന മനോഹരമായ നഗരം, അതിൽ സുഗുപ്തമായ സൂതികാഗൃഹം, അതിലും കടന്ന് പ്രവിശ്യ തേന ദൈത്യേന ഗൃഹീതോസൗ കഥം ശിശു, എങ്ങനെയാണ് ആ ദൈത്യൻ പ്രദ്യുമ്നനെ, ഭഗവാന്റെ പുത്രനെ അപഹരിച്ചു കൊണ്ടുപോയത്? വലിയ സംശയം. ന ജ്ഞാതോ വാസുദേവേന ചിത്രമേതൻ മഹാത്ഭുതം, അത് വാസുദേവൻ അറിഞ്ഞില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതത്തിന് കാരണമായത്. എല്ലാം അറിയുന്ന ആളാണ് വാസുദേവൻ, അല്ലേ? ജായത്തെ മഹദാശ്ചര്യം ചിത്തേ സത്യവതീ സുത, ഹേ സത്യവതീ സുത വേദവ്യാസ, അത് എൻ്റെ മനസ്സിൽ വലിയ ആശ്ചര്യമുണ്ടാക്കണു, അത്ഭുതമുണ്ടാക്കണു. ബ്രൂഹി തത് കാരണം ബ്രഹ്മൻ അജ്ഞാതം കേശവേനയൽ ഹരണം തത്ര സംസ്ഥേന ശിശോർവ സൂതികാഗൃഹാൽ, അവിടെ ഉണ്ടായിരുന്ന ആ കേശവൻ സൂതികാഗൃഹത്തിൽ നിന്നും കുഞ്ഞിനെ അപഹരിച്ചു കൊണ്ടുപോകുന്ന കാര്യം അറിയാതിരുന്നതിന് കാരണം എന്താണ്? ഹേ ബ്രഹ്മജ്ഞ, എല്ലാം അറിയുന്ന അങ്ങ് അത് എന്നോട് പറയണേ എന്ന് പറയുന്നു. വ്യാസന്റെ മറുപടിയിൽ 6 മുതൽ 14 കൂടിയുള്ള ശ്ലോകങ്ങളിലൂടെയാണ് ആ മറുപടി നമ്മൾ കേൾക്കുന്നത്. അവിടെ പറയുകയാണ്, 9 ശ്ലോകങ്ങളാണ് ഇന്ന് വിചാരം ചെയ്യുന്നത്. ചുരുക്കം: മായാ ബലവതീരാജൻ നരാണാം ബുദ്ധിമോഹിനി, മനുഷ്യബുദ്ധിയെ മോഹിപ്പിക്കുന്ന ഈ മായയുണ്ടല്ലോ, വലിയ ശക്തിയുള്ളവളാണ്. ശാംഭവി വിശ്രുതാലോകെ, ലോകത്തിൽ ശാംഭവി എന്നറിയപ്പെടുന്ന ആ മായയാൽ കോവാ മോഹം നഗച്ഛതി, മോഹിക്കപ്പെടാത്തതായിട്ട് ഈ ലോകത്തിൽ ആരാണ് ഉള്ളത്? മാനുഷം ജന്മ സംപ്രാപ്യ ഗുണാ സർവേപി മാനുഷ, മനുഷ്യനായി പിറന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ, എല്ലാം ഉണ്ടാകും എന്നുള്ളതാണ്. ഭവന്തി ദേഹജാകാമം ന ദേവ നാസുരസ്തത, അപ്പോ ആ സമയത്ത് ദേവഗുണങ്ങളോ ആസുരീയമായ ഗുണങ്ങളോ ഒന്നും ഉണ്ടാവില്ല, മനുഷ്യന്റെ ഗുണങ്ങളാണ് ഉണ്ടാവുക. ക്ഷുത്രുഡ് നിദ്രാ ഭയം തന്ത്രാ വ്യാമോഹ ശോക സംശയവും ഹർഷശ്ചൈവ അഭിമാനശ്ച ജരാമരണമേവച ജ്ഞാനം ഗ്ലാനിരപ്രീതിരീർഷാസൂയാ മതശ്രമ, ഇതൊക്കെ ദേഹത്തിലുണ്ടാവുന്ന ഭാവങ്ങളാണെന്നാണ്. ഏതേ ദേഹഭവാഭാവ പ്രഭവന്തി നരാധിപ. എന്താ? ക്ഷുത്രിട്ട്, വിശപ്പ്, അതേപോലെ തന്നെ ദാഹം, നിദ്ര, ഭയം, തന്ത്ര എന്ന് പറഞ്ഞ ആലസ്യം, വ്യാമോഹം, ശോകം, സംശയം, ഹർഷം, അഭിമാനം, ജരാ മരണം, അജ്ഞാനം, ഗ്ലാനി എന്ന് പറഞ്ഞ മാന്ദ്യം, അപ്രീതി, ഈർഷ്യ, അസൂയ, മദം, ശമം. അപ്പൊ അജ്ഞാനം ഗ്ലാനിർ അപ്രീതിർ ഈർഷ്യാസൂയ മതശമ ഏതേ ദേഹഭവാ ഭാവ, ഇതൊക്കെ തന്നെ ദേഹത്തിലുണ്ടാകുന്ന ഭാവങ്ങളാണ് അല്ലയോ നരാധിപ ജനമേജയ. എന്നിട്ട് കുറെ ഉദാഹരണങ്ങൾ പറയാണ്. യഥാ ഹേമമൃഗം രാമോ ന ബുബോധ പുരോഗതം, തൻ്റെ മുമ്പിൽ വന്നുപെട്ട കനകമൃഗത്തെ, ആ ഹേമമൃഗത്തെ രാമൻ മനസ്സിലാക്കിയില്ല. നോക്കൂ, ജാനക്യാ ഹരണം ചെയ്യുക ജടായു മരണം തഥ, ജാനകി ആ സീതാദേവി അപഹരിക്കപ്പെട്ടതും ജടായു മരിച്ചതും അത് നേരത്തെ അറിയാൻ രാമനും കഴിഞ്ഞില്ല. അഭിഷേക ദിനേ രാമോ വനവാസം ന വേദച, അഭിഷേക ദിനത്തിൽ തന്നെ ആരണ്യവാസം വേണ്ടി വന്നു, അല്ലേ? ആ വരസിംഹാസനത്തിൽ കയറിയിരിക്കുന്നതിന് പകരം വനവാസം വേണ്ടി വന്നു രാമന്. അതും രാമൻ അറിഞ്ഞുവോ? തഥാന ജ്ഞാതവാൻ രാമ സ്വശോകാൻ മരണം പിതു, തന്നെ വിചാരിച്ച് അച്ഛൻ മരിക്കുന്ന കാര്യം
ആ പിതാവ് മരിക്കും എന്നുള്ള കാര്യവും രാമൻ അറിഞ്ഞുവോ? രാമൻ അറിഞ്ഞില്ല എന്നാണ്. അജ്ഞവത് വിചചാരാസൗ പശ്യമാനോ വനേ വനെ. അറിവില്ലാത്തവനെ പോലെ, അജ്ഞവത്ത് അറിവില്ലാത്തവനെ പോലെ വനം തോറും ജാനകിയെ അന്വേഷിച്ചുകൊണ്ട്, ജാനകിംന വിവേദാധ രാവണേന ഹൃതാം ബലാൽ, അദ്ദേഹം നടന്നു. രാവണൻ ബലാൽ ജാനകിയെ അപഹരിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് എന്നുള്ളതും രാമൻ അറിഞ്ഞതേയില്ല. സഹായാൻ വാനരാൻ കൃത്വാ ഹത്വാ ശക്രസുതം ബലാത് സാഗരേ സേതുബന്ധം ച കൃത്വോത്തീര്യ സരിൽപതി. ഇന്ദ്രപുത്രനായിരിക്കുന്ന ആ ബാലിയെ ബലാൽ കൊന്നിട്ട് ഹത്വാ ശക്രസുതം ബലാത് സഹായാൻ വാനരാൻ കൃത്വ, വാനരന്മാരെ സഹായത്തിന് കൂട്ടി രാമൻ. പിന്നെയോ സേതുബന്ധം, സാഗരേ സേതുബന്ധം ച കൃത്വോത്തീര്യ സരിത്പതി, ആ സമുദ്രത്തിൽ ചിറകെട്ടി സരിത്പതി, സരിത്പതി എന്ന് പറഞ്ഞാൽ സാഗരം, പുഴകളുടെ പതിയാണ് സമുദ്രം എന്നാണ് പറയുക. അതുകൊണ്ടാണ് സരിത്പതി എന്ന് പറയുന്നത്. ആ സമുദ്രത്തിൽ ചിറകെട്ടി സമുദ്രം തരണം ചെയ്തു. പിന്നെയോ പ്രേഷയാമാസ സർവാസു ദിക്ഷു താൻ കപികുഞ്ചരാൻ സംഗ്രാമം കൃതവാൻ ഘോരം ദുഃഖം പ്രാപ രണാജിരേ. പ്രേഷയാമാസ സർവാസു ദിക്ഷു താൻ കപികുഞ്ചരാൻ, വാനരശ്രേഷ്ഠന്മാരെ എല്ലാ ദിക്കിലേക്കും അയച്ചു. ഇല്ലേ? കപികുഞ്ചരാൻ, അതിഭയങ്കരമായ യുദ്ധം ചെയ്തു. സംഗ്രാമം കൃതവാൻ ഘോരം. പിന്നെയോ ദുഃഖം പ്രാപരണാജിരെ, ഈ യുദ്ധത്തിൽ അസുരന്മാര് അല്ലെങ്കിൽ രാക്ഷസന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ ഗംഭീരമായിട്ടുള്ള യുദ്ധമൊക്കെ ചെയ്തു. യുദ്ധത്തിൽ പലതരം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നതായും രാമന്റെ കഥയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ രാമൻ തന്നെയാണ് കൃഷ്ണൻ, അല്ലേ? അതുകൊണ്ടാണ് ഇപ്പൊ കൃഷ്ണന്റെ ദുഃഖത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാമനുണ്ടായ ദുഃഖങ്ങളെക്കുറിച്ചൊക്കെ അവിടെ വേദവ്യാസൻ പറയണത്. തുടർന്ന് നമുക്കത് കേൾക്കാം. അത് നാളെ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.